കണ്ഠരര് രാജീവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജിബിൻ ജേബിൻ. ജിബിൻ ഏത് ആശുപത്രിയാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിലെ വിവരങ്ങൾ എന്താണ്? രതീഷ്, ഇന്നലെ രാത്രിയോടുകൂടി സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഈ സബ് ജയിലിൽ മറ്റ് സഹതടവുകാരോടൊപ്പം അദ്ദേഹത്തെ ഒരു സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഉറക്കമണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ കാണണമെന്ന് തന്ത്രി ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നത്. തുടർന്ന് ഈ ആശുപത്രിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരു വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമില്ല. തുടർന്ന് പുറത്തുനിന്ന് ഒരു ഡോക്ടറിനെ എത്തിച്ച തന്ത്രിക്ക് ആവശ്യമായി ചികിത്സ നൽകിയിരുന്നു. പിന്നീട് ജയിലിൽ തന്നെ 1 മണിക്കൂർ അധികം വിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ കാണണമെന്ന ജയിൽ അധികൃതരെ അറിയിക്കുന്നത്. തുടർന്നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ജനറൽ ആശുപത്രിയിലെത്തി രാവിലെ 11 മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെ അദ്ദേഹത്തെ ഡോക്ടറെ കാണുന്ന സമയത്ത് തനിക്ക് തലകറക്കമുണ്ടെന്നും ദേഹം തളരുന്ന പോലെ തോന്നുന്നുവെന്നും അദ്ദേഹം ഡോക്ടറോട് പറയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ ECG എടുക്കുകയും മറ്റ് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് ചികിത്സ നൽകിയതിനു ശേഷം പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജിലെത്തി 2 വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മെഡിസിൻ വിഭാഗത്തിൻ്റെ കാർഡിയോളജി വകുപ്പിൻ്റെയും നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി, അതായത് രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലായിരുന്നു. ഏറെ കാലമായി അദ്ദേഹം പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്ന ഒരാളുമാണ്. ഈ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അദ്ദേഹം ജയിലിലായതുകൊണ്ടായിരിക്കും ആ ഒരു സമ്മർദ്ദം താങ്ങാനാവാത്ത ഒരു പ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ICUവിൽ അദ്ദേഹത്തെ നിലവിൽ മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ മെഡിസിൻ്റെയും കാർഡിയോളജി വിഭാഗത്തിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർന്നുള്ള ചികിത്സ തന്ത്രിക്ക് നൽകുക. ശരി, തൽക്കാലം ICUവിലേക്ക് മാറ്റിയിരിക്കുന്നു.